കേരളത്തോടൊപ്പം തിരഞ്ഞെടുപ്പ് നടക്കുന്ന നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനമാണ് തമിഴ്നാട്. കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തുലം വ്യത്യസ്തമാണ് തമിഴ്നാട്. ഇവിടെയുള്ള പാർട്ടികളൊക്കെ അവിടെയും ഉണ്ട്, പക്ഷേ അവിടെയുള്ള പല പാർട്ടികളും ഇവിടെയില്ല. അതാണൊരു വ്യത്യാസം. ഇവിടെ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, BJP ഉണ്ട്, മുസ്ലിം ലീഗുണ്ട്, SDPI വരെയുണ്ട്. ഇതൊക്കെ തമിഴ്നാട്ടിലുണ്ട്. പക്ഷേ ഈ പാർട്ടികൾക്കൊന്നും അവിടെ വലിയ അഡ്രസ്സില്ല. ചാത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്ന മട്ടിലാണ് ഈ പാർട്ടികളൊക്കെ പ്രവർത്തിക്കുന്നത്. 1967 വരെ കോൺഗ്രസ് ഭരിച്ച ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അന്ന് സംസ്ഥാനത്തിൻ്റെ പേര് മദ്രാസ് എന്നായിരുന്നു. 67 DMK ജയിച്ചതിന് ശേഷമാണ് സംസ്ഥാനത്തിൻ്റെ പേര് തമിഴ്നാട് എന്നാക്കി പരിഷ്കരിച്ചത്. പക്ഷേ സംഗതി ഒന്ന് തന്നെ. പക്ഷേ അതിനുശേഷം കോൺഗ്രസ് പാർട്ടി അവിടെ വളരെയധികം ക്ഷീണിച്ചു. ഏതാണ്ട് 14-ാം രാവ് കഴിഞ്ഞ നിലാവ് പോലെ അസ്തമിക്കാറായിരിക്കുകയാണ്. മറ്റ് പാർട്ടികളുടെ സ്ഥിതി വളരെയൊന്നും വ്യത്യസ്തമല്ല. BJPക്ക് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. CPM CPI ഒക്കെ പണ്ട് കുറച്ചൊക്കെ ശക്തമായിരുന്നു, ഇപ്പോൾ വളരെ ദുർബലാവസ്ഥയിലാണ്. ഒന്നുകിൽ DMKയുടെ അല്ലെങ്കിൽ അണ്ണാ DMKയുടെ കരുണാകടാക്ഷം കൊണ്ട് മാത്രമാണ് ഈ പാർട്ടികളൊക്കെ റേഷൻ മേടിച്ച് ജീവിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഇവരൊക്കെ പണ്ടേ പട്ടിണി കിടന്ന് ചത്തുവേനെ. അതാണ് തമിഴ്നാട്ടിലെ ഒരവസ്ഥ. പക്ഷേ തമിഴ്നാട്ടിലുള്ള പാർട്ടികൾ കേരളത്തിലില്ല. ഉദാഹരണത്തിന് DMK ഇല്ല, അണ്ണാ DMK ഇല്ല, നടൻ വിജയുടെ TVK പോലുമില്ല. അപ്പോൾ ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. വലിയ പരാക്രമികളായിട്ട് നടക്കുന്ന ആളുകൾ, വീരശൂര പരാക്രമികളായിട്ടുള്ള നേതാക്കന്മാരൊക്കെ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ വളരെ വിനയാന്വിതരായിട്ട് മാറും. മാർസിസ്റ്റുകാരെ പോലെ വിനയം CPIക്കാർക്ക് പോലുമില്ല. അവരെക്കാൾ വിനയമുള്ള ആളുകളാണ് കോൺഗ്രസ്സുകാർ. കാരണം ഈ അണ്ണാ DMK അല്ലെങ്കിൽ DMK പിണക്കി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് രക്ഷയില്ല. റേഷൻ കാർഡിൽ ഇത് പേര് കിട്ടും, അത്രയും കഷ്ടപ്പാടാം. അപ്പോൾ അതുകൊണ്ട് കരുണാനിധി ആയിരുന്നു കൺകണ്ട ദൈവം. കരുണാനിധിയുടെ കാലശേഷം മകൻ സ്റ്റാലിനായിട്ട് മാറി. അപ്പോൾ സ്റ്റാലിനെ കാണുമ്പോൾ ഇവരൊക്കെ എഴുന്നേറ്റ് സ്റ്റാലിൻ ഇരുന്നതിന് ശേഷം അവർ ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ സ്റ്റാലിൻ ഇരിക്കാൻ പറഞ്ഞതിന് ശേഷം അവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം സ്റ്റാലിൻ കൊടുക്കുന്ന നക്കാപ്പിച്ച സീറ്റ് കൊണ്ടാണ് ഈ പാർട്ടികളൊക്കെ നിലനിൽക്കുന്നത്. കോൺഗ്രസ് പണ്ട് ഇന്ത്യ രാജ്യം അടക്കി ഭരിച്ച പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ അപ്പനായിരുന്ന രാജീവ് ഗാന്ധിയെ കൊന്ന കേസിലെ പ്രതികളെ എങ്ങനെയാണ് DMKക്കാർ രക്ഷിച്ചത് എന്ന് ഓർത്ത് നോക്കിയാൽ മതി. അവരെ തൂക്കിക്കൊല്ലാൻ സുപ്രീം കോടതി വിധിച്ചതിന് ശേഷവും ഇന്ത്യൻ പ്രസിഡന്റ് തൂക്കൽ ശിക്ഷ നടപ്പാക്കിയില്ല. കാരണം ആദ്യകാലത്ത് വാജ്പേയിയുടെ സർക്കാർ നിലനിന്നിരുന്നത് DMKയുടെ പിന്തുണയിലാണ്. അത് കഴിഞ്ഞപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ നിലനിന്നതും DMKയുടെ പിന്തുണയിലാണ്. DMK വെറുപ്പിക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ ആദ്യം വാജ്പേയിക്കും കഴിയുമായിരുന്നില്ല, പിന്നീട് മൻമോഹൻ സിംഗിനും കഴിയുമായിരുന്നില്ല. സ്വന്തം അപ്പനെ കൊന്ന കേസാണ് എന്ന് കരുതിയിട്ടെങ്കിലും ഈ കള്ളപ്പയലുകളെ ശാന്തൻ, മുരുകൻ, പേരറിവാളൻ എന്ന് പറഞ്ഞ് സുപ്രീം കോടതി തൂക്കാൻ വിധിച്ച ഈ ഉഗ്രവാദികളെ പോലും തൂക്കിക്കൊല്ലിക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും ശക്തിയുണ്ട് DMK വെറുപ്പിക്കാനായിട്ട് ആരും താല്പര്യപ്പെടുകയില്ല. ഒടുവിൽ തമിഴനായ ഒരു ജഡ്ജി സുപ്രീം കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവർക്കൊക്കെ ശിക്ഷ ഇളവ് ചെയ്ത് അവരെയൊക്കെ മോചിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് തമിഴിൻ്റെ ഒരു പ്രത്യേക രീതി. ഇതാണ് ദ്രാവിഡ രാഷ്ട്രീയം. അപ്പോൾ ഈ ദ്രാവിഡ രാഷ്ട്രീയം ഇങ്ങനെ കത്തിക്കാളി നിൽക്കുന്ന തമിഴ്നാട്ടിൽ ഒരു ഭാഗത്ത് DMK, ഒരു ഭാഗത്ത് അണ്ണാ DMK, പിന്നെ നടൻ വിജയകാന്തിൻ്റെ DMDK, ഇങ്ങനെ നിരവധി പാർട്ടികളുണ്ട്. ഈ പാർട്ടികളുടെയൊക്കെ ചോൽപ്പടിക്ക് ഇവർക്ക് കപ്പം കൊടുത്ത് ജീവിക്കുന്നവരാണ് കോൺഗ്രസ്സുകാരും CPIക്കാരും CPMകാരും ഒക്കെ. ഞാൻ പറയാൻ വന്നത് അവിടുത്തെ ഒരു തമാശ എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ DMK മുന്നണിയിലാണ് കോൺഗ്രസ്, അതേ മുന്നണിയിലാണ് CPM CPI, അതേ മുന്നണിയിലാണ് മുസ്ലിം ലീഗ്, കഴിഞ്ഞില്ല അതേ മുന്നണിയിലാണ് SDPI. അങ്ങനെ കോൺഗ്രസ് മുതൽ സുഡാപ്പികൾ വരെ ചേർന്നാണ് തമിഴ്നാട്ടിലെ DMKയുടെ കീഴിലുള്ള രാഷ്ട്രീയ ഇക്കോസിസ്റ്റം. അതാണ് ജൈവ വൈവിധ്യ മേഖല എന്ന് പറയുന്നത്. കാരണം ഇവർക്കൊക്കെ പല കാര്യങ്ങളിലും പരസ്പര അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ എല്ലാവരും DMKക്ക് അപ്പം കൊടുത്താണ് ജീവിക്കുന്നത്. DMK നാളെ തൊട്ട് താൻ വേണ്ട എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അണ്ണാ DMKയിലേക്ക് പോകാൻ, അല്ലെങ്കിൽ പരിപാടി നിർത്തി വീട്ടിൽ പോകാം. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ SDPIയെ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സിന് സഹിക്കുമോ? പറ്റില്ല. CPMന് സഹിക്കുമോ? അതും പറ്റില്ല. ഞങ്ങൾ ലീഗിനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾ മുന്നണി വിട്ടു പോകും എന്ന് തമിഴ്നാട്ടിലെ CPIക്ക് പറയാൻ പറ്റുമോ? തമിഴ്നാട്ടിലെ CPMന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞാൽ ആ പാർട്ടി അന്ന് മുന്നണിക്ക് പുറത്താണ്. പിന്നെ ഇവർക്ക് ഈ അമ്പലത്തിൽ നിന്നുള്ള പടച്ചോറ് പോലും കിട്ടാത്ത അവസ്ഥ വരും. അതായത് പരിപൂർണമായിട്ടും ബഹിഷ്കൃതരാകും.
അതുകൊണ്ട് ഘടകകക്ഷികൾ തമ്മിലുള്ള ചവിട്ടുതൊഴിയൊക്കെ സഹിച്ച് അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. വേറെ മാർഗ്ഗമില്ല. SDPI ഉൾപ്പെടുത്തേണ്ടി വരും, വെൽഫെയർ പാർട്ടിയെ ഉൾപ്പെടുത്തേണ്ടി വരും, ലീഗിനെ ഉൾപ്പെടുത്തേണ്ടി വരും, കോൺഗ്രസിനെ ഉൾപ്പെടുത്തേണ്ടി വരും. ഇവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇടതുപക്ഷ പാർട്ടികൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് പിഴക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്രയുള്ള കാര്യം. ഈ ഫാസിസത്തോടുള്ള എതിർപ്പും സാമ്രാജ്യത്വത്തോടുള്ള എതിർപ്പും വർഗീയതയോടുള്ള എതിർപ്പും എല്ലാം ഈ നിയമസഭയിൽ കിട്ടുന്ന 2-3 സീറ്റുകൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. കേരളത്തിൽ വഴക്കടിക്കുന്നവർക്ക് വാളയാർ ചുരത്തിനപ്പുറത്ത് പോയാൽ തോളിക്കൈയിട്ട് കിടക്കേണ്ടി വരും. ഇത്രേ ഉള്ളൂ കാര്യം. ലാൽ സലാം.